മഞ്ജരി ചേച്ചി. ഹായ് പാറു. ഹായ് ചേച്ചി. നമസ്കാരം. നമസ്കാരം. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. ശരത് സാർ റെഡി അല്ലാന്ന് തോന്നുന്നു. വെൽക്കം. Thank you, Paru. How are you? I'm good, sir. How are you? Yeah, I am also good. Yeah, you are looking fantastic. Thank you, sir. Okay. എന്റെ പുതിയ സ്റ്റൈൽ പോക്കറ്റ് ഉണ്ട്. പോക്കറ്റ്സ് ഉണ്ട്. പോക്കറ്റിലൊക്കെ കൈ അവൾ ഇതുവരെ പോക്കറ്റ് ഇരുന്നതാ. എന്റെ മെർമേഡിന്റെ അത്ര വരില്ല, അതിന് കുഴപ്പമില്ല. ഓക്കെ, വെൽക്കം ശരത് സർ. Thank you, darling. ഹായ്. ഹായ്. എത്ര നാളായില്ല ഇങ്ങനെ ഹായ് പറഞ്ഞിട്ട്. അതെ അതെ സത്യം. കുറച്ച് ഗ്യാപ്പായി. അതെ. ഷാനിക്ക പോയപ്പോ ഞങ്ങൾ ഷാനിക്കയുടെ പെട്ടിയൊക്കെ തുറന്നു. ഞാനത് അറിഞ്ഞു. അത് ആരാ തുറന്നത്? നല്ല കലിപ്പാന്ന്. ആരാ തുറന്നെന്ന് അറിയണോ ഷാനിക്കയ്ക്ക്? MG സാർ. എന്നാ പിന്നെ കുഴപ്പമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ തുറക്കേണ്ടി വന്നു. കാരണം അത്രയും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തായിരുന്നു സാഹചര്യം പാറു? അതായത് സംഗീതം. അയ്യോ, അത് തുറന്ന ആളിവിടെ കാണുന്നില്ല. യശായിരുന്നു അത് തുറന്നത്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ 3 പെട്ടികൾ ഒരുമിച്ച് തുറക്കുന്ന ആ ഒരു മൊമെന്റ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്നു. ആ 3 പെട്ടിയും തുറക്കുന്ന വേളയിൽ ഞാൻ ഇവിടെ ഇല്ലാതായി. നന്നായി. അത് സാരില്ല, ഇനി വരും നമുക്ക്. ആയിക്കോട്ടെ, നിങ്ങൾ അവസരം ഉണ്ടാക്കണേ കേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയ റൗണ്ട്സിനെ പറ്റിയൊക്കെ അറിയാലോ. അപ്പൊ ഒരു ഹിന്ദി റെട്രോ, നിങ്ങളുടെ ഹിന്ദിക്കാരെ പറ്റി നമ്മളിവിടെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. 2 സൈഡിൽ ഇരിക്കുന്ന ഹിന്ദിക്കാർ. ഹിന്ദി റെട്രോ റൗണ്ട് ഉള്ള സ്ഥിതിക്ക് ഒരു ഹിന്ദി സോങ് ബുലായിയേ റെട്രോ. ഷാനിക്ക ഷാനിക്ക പാട്ട് പാടി തരണം. അല്ല, ഷാന കീബോർഡ് മറ്റേ പിയാനോ വായിക്കണ്ടേ? അത് പിന്നെ വായിച്ചു തരുമല്ലോ. ഇതൊരു പാട്ട്. അല്ലെങ്കിൽ ഡ്യുവറ്റ് പാടാം. हम आपका गाना सुनने के लिए उत्सुक हैं. അങ്ങനൊന്നുമില്ല ഇവിടെ. ഞാനിവിടെ സ്പോട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾ പറയുന്നല്ല ഞാൻ ഇവിടെ ചെയ്യുന്നില്ലേ. ഗായിയേ ഷാൻജി. അതാ ഞാൻ വേണ്ട 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 പ്ലീസ്. कौन सा गाना? आप जो भी गाएंगे हम सुनेंगे, हमें अच्छा लगता है. എന്റെ കാര്യം തീരുമാനമായി. ശരത് സാറിന് ശബ്ദം ഇല്ല, അപ്പൊ അതുകൊണ്ടാണ് സാറിന് ഞാൻ വെറുതെ വിട്ടത്. ഒറ്റയ്ക്ക് പാടിയാ മതി. ഞാൻ വേണമെങ്കിൽ ഡബിൾ ബേസ് എന്തെങ്കിലും വായിച്ചു തരാം. ഷാനിക്ക പ്ലീസ്. നിങ്ങളെ പോലെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസ് ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസ് ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഇരിക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കില്ലേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഹിന്ദി റെട്രോ സോങ്? ഇല്ലേ ശരത് സാർ? തീർച്ചയായിട്ടും. हम गाएंगे. ഏത് സോങ് ആണ് നിങ്ങൾ പാടുന്നത്? ഓക്കെ സാർ, ശരി. We dedicate this to you. Oh, thank you. And all the beautiful ladies. Okay. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാലന്റൈൻസ് ഡേ ഒക്കെ വരാൻ പോവല്ലേ. വാലന്റൈൻസ് ഡേക്ക് ലവേഴ്സിന് വേണ്ടിട്ട് ഓക്കെ ഒരു പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. मेरे सपनों के रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों के रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया. चलिया तू चलिया, चलिया तू चलिया. അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. ഓക്കെ, റെഡി? അപ്പൊ ഫസ്റ്റ് നമ്മള് ഡ്യുവറ്റ് റൗണ്ടിലേക്ക്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അക്ഷയ് ആൻഡ് ദേവിക. ഇവനാണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഇയാളോട് ഇറങ്ങി പോകാൻ പറ. പറയൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സാധനത്തിനെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഈന്തിരിക്കും. ചുമ്മാ അവൻ കളഞ്ഞിട്ട് പോയത്. എന്റെ കല്യാണിക്കുട്ടി, നന്ദി. ഫോർമാലിറ്റി ആണോ? അല്ല, നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. എനിക്ക്
ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്ത് വെച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്ത് വെച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ചേ. തെക്കൻ പൂകല നന്നായി ഞാൻ വെട്ടി അരിഞ്ഞു വെച്ചേ. ഇനി നീ നിന്റെ അരികിൽ വരും. കിളിപ്പാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം. പറയൂ നീ മൃദുമേനി എന്തു പകരം തരും. നല്ല തത്ത കിളിച്ചുണ്ടൻ വെറ്റില നൂറൊന്നു തേച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നേ തരാം. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വെച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. കണ്ണിൽ വിളക്കും വെച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ. തെക്കേ തോടിക്കരയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നലിഞ്ഞേ. അരികിൽ വന്നെന്നെ എതിരേറ്റു നീ. തുളുനാടൻ പൂമ്പട്ട് വിരിച്ചു വച്ചു. മണിമാരൻ ഈ രാവിൽ എന്തു പകരം തരും. നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തളിർ ചുണ്ടത്ത് മുത്തം തരും. ഒരു കൃഷ്ണ തുളസി പൂനുള്ളി മുടിത്തുമ്പിൽ ചാർത്തി തരും. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. ഞാൻ ഇന്നെടുത്തു വെച്ച് വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. ഞാൻ ഇന്നെടുത്തു വെച്ച് എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്ക ചെമ്പഴുക്ക. അക്ഷയ്, എന്തോ ദേവിക, ചേച്ചി. ലവ്ലി പെർഫോമൻസ്. ഭയങ്കര ക്യൂട്ടായിരുന്നു. റിഹേഴ്സൽ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് തോന്നുന്നു. പാട്ടിന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പെർഫോമൻസ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. Okay, അതൊക്കെ കറക്റ്റ് ആയിട്ട് പോയില്ലേ? പോയി. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി, അക്ഷയ്, ചേച്ചി. ദേവിക, ചേച്ചി ഫാന്റാസ്റ്റിക്. കിഴക്കുതിക്കിൻ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം സെലക്ഷൻ സൂപ്പർബായിട്ടുണ്ട്. ഈ ദേവിക നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനു വേണ്ടിയിട്ട് ചെയ്തതാണോ? അതെ. നല്ല എന്താണ് ആ ബോ ഒക്കെ ഇല്ലേ, കാണട്ടെ ഇത് ഭംഗിയാത്. ഹായ്. അല്ല ആ തലയിലിരിക്കുന്ന എന്താണ്? ബോ ബോ. ഞാൻ വാഴയില ഉണങ്ങിയിരിക്കാന്ന് വിചാരിച്ചത്. ഓ നോ. അല്ല എനിക്ക് സത്യമായിട്ട് തോന്നിയതാ. വാഴയില ഇങ്ങനെയാണോ ഇരിക്കുക തലയില്? ആ ഇങ്ങനെ ഇരിക്കാന്ന് പോയി നിന്നു നോക്ക് വാഴത്തോട്ടത്തിൽ. സുന്ദരിയുണ്ടായിരുന്നു കാണാൻ. താങ്ക് യു ചേച്ചി. അതേപോലെ അക്ഷയ് നല്ല ടീഷർട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. പിന്നെ തുടക്കം മുതൽ നിങ്ങളുടെ ആ സ്റ്റെപ്സും അതിനെ പറ്റി പറയാൻ മതി, ഗംഭീരായിരുന്നു. ഞാൻ ആദ്യം ആ നടന്നു വന്ന ലാലേട്ടനെ പോലെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഇട്ട് സ്റ്റൈലായിരുന്നു, ഗ്രേസ്ഫുൾ ആയിരുന്നു കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ ഒരു ചമ്മല് ഒളിഞ്ഞിരിക്കുന്ന മാതിരി എനിക്ക് തോന്നി. സത്യല്ലേ? ചെറുതായിട്ട് ഇങ്ങനെ അത് ചെയ്യുമ്പോ ചെയ്യാനൊക്കെ പറ്റും, അഭിനയിക്കാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും ഒരു ചമ്മല്, എന്താ ആൾക്കാർ വിചാരിക്കാന്നുള്ളൊരു സാധനം എന്താ അറിയില്ല, ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. അതെന്ത് ഒരു ആവശ്യമില്ലായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, സ്റ്റൈലായിരുന്നു പെർഫോമൻസ്. ഈ ഒരു ചമ്മല് മാറ്റിയായിരുന്നെങ്കിൽ ഇതില് കിടിലം ആക്കാമായിരുന്നു. പിന്നെ പാട്ട്
ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു ചേച്ചി. നമുക്ക് നമ്മുടെ MG സാർ ഇവിടെ വേണമായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഈ പാട്ട് എത്രയോ വേദികളിൽ പാടിയിട്ടുണ്ട്. ആ ഒരു എനിക്ക് 18 വയസ്സുള്ള സമയം മുതൽ ഞാൻ ഒരുപാട് വേദിയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ആ ഓർമ്മകളിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ പോയി ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ. മനോഹരമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല സെലക്ഷൻ. ഇതിന്റെ ഡീറ്റെയിൽസ് പറയും. മൂവി ചിത്രം, ഓക്കെ. മ്യൂസിക് കണ്ണൂർ രാജൻ സാർ. ഇനി അടുത്ത ആള് പാടിയത് MG ശ്രീകുമാർ സാറും സുജാത മാമും കൂടി. നമ്മുടെ സ്വന്തം കണ്ണൂർ രാജൻ മാഷിന്റെ ഒരു സൂപ്പർ സൂപ്പർ ഹിറ്റ് പാട്ട്. സീത ചേച്ചി, ഐ ലവ് യു. എനിക്ക് മാഷോട് പറയാൻ പറ്റില്ല, ചേച്ചിയോട് പറയാം. ചേച്ചിക്ക് വീണ്ടും വീണ്ടും 1000 ഉമ്മ. പിന്നെ ഈ പാട്ടിനകത്ത് നല്ല എക്സ്പ്രഷൻസ്, ചിരി ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് പാടി തന്നെ പറയാം. എന്നാലും എനിക്ക് തോന്നിയത് ഈ ഒരു ചമ്മൽ എന്ന് പറയുന്ന സാധനം ആക്ഷൻസിൽ മാത്രമല്ല, അത് ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് സിംഗിങ്ങിനകത്തും ഒരു ചെറിയൊരു ചമ്മൽ ഉണ്ട്. അതൊന്ന് വിടണം. അത് കുറച്ചുകൂടി ഒരു ഓപ്പൺനെസ്, ആ പാട്ടിന്റെ വിഷ്വൽസും സീൻസും ഒക്കെ കണ്ടിട്ടില്ലേ, കുറച്ചുകൂടി ഒന്നൊരു ഓപ്പൺനെസ് വരാം. അതൊരു തുറസ് വരുമ്പോഴാണ് ശരിക്കും അതൊക്കെ കോറസ് അസാധ്യമായിരുന്നു. സിംപ്ലി സൂപ്പർ, എല്ലാവരും പൊളിച്ചടക്കി. അതേപോലെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര കലക്കി. എല്ലാം കൊണ്ടും ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം കൂടി ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഓപ്പൺനെസ് കുറച്ചുകൂടി ഒരു റിച്ച് ആയേനെ. നിങ്ങളുടെ വോയിസിന്റെ ആ ഒരു പ്രസൻസ് ആണ് ശരിക്കും ഈ പാട്ടിന് പിടിച്ചു നിർത്തേണ്ടത്. അത് കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി ലൗഡ് ആവാമായിരുന്നു. ലൗഡ് എന്ന് വെച്ചാൽ ബഹളമല്ല, ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഓപ്പൺനെസ് വരാമായിരുന്നു. അതർവൈസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു ചേച്ചി. ശരത് സർ. അക്ഷയ് സാർ, നല്ല സുഖമുള്ള ഒരു പാട്ട്. പിന്നെ ഈ പാട്ടിനോട് എനിക്ക് പ്രത്യേകിച്ചുള്ള സ്നേഹം പറയേണ്ട കാര്യമല്ല കേട്ടോ. എന്താണ് നിങ്ങൾക്ക് എന്താണ് സുഖമില്ലാത്ത ഒരു ചിരി? അല്ല പറ, എന്താണ് സ്നേഹം? സാറിന്റെ അമ്മയച്ചൻ കമ്പോസ് ചെയ്ത പാട്ട്. അതെ, കുടുംബ പാട്ടാണിത്, ഫാമിലി സോങ്. ഞങ്ങളെല്ലാ ഫംഗ്ഷനും ഈ പാട്ടാ സാധാരണ പാടാറ്. പാടിയാലും ഹിറ്റാവും. അങ്ങനെ അത് ഈ ഫിലിം കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടുണ്ട് സാർ. ഉറപ്പാണോ? ആ പെൺകുട്ടി കണ്ടതാണോ? കണ്ടിട്ടുണ്ട്. ഉറപ്പാണോ? എന്താണ് കഥ? എന്താണ് അതിന്റെ ഒരു രത്ന ചുരുക്കം? എന്താണ്? അത് ചുമ്മാ പറഞ്ഞാ മതി, നമുക്ക് മനസ്സിലാവും. എനിക്ക് ഇവൻ കണ്ടിട്ടുണ്ട്, എനിക്കത് കള്ളത്തരമാണ് പറഞ്ഞത്. അതെ, പടം കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാ പറഞ്ഞോ വല്ല ആവശ്യമുണ്ട് അത് കള്ളത്തരം പറയാൻ പോയിട്ട്? നമുക്ക് നിങ്ങളുടെ വൈബ് നമുക്ക് ഇവിടെ കിട്ടും. കള്ളം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കുഴപ്പമില്ല. ഈ ഒരു വട്ടം കള്ളം ഞങ്ങള് കണ്ടിട്ടുണ്ടെ പറയൂ. എന്താണ് അതിന്റെ ഒരു എന്താണ്? അത് വളരെ ചുരുക്കി പറയാനാണെങ്കിൽ എന്താണ്? ആരാണ് അഭിനയിച്ചത്? ലാലേട്ടൻ. ആണോ? അത് ഉറപ്പാ. നായികയുടെ പേര്? നായിക ഖുഷ്ബു, റോജ, ദേവയാനി, സിമ്രാൻ, സുഹാസിനി, രേവതി, രഞ്ജിനി, മഞ്ജു ഭാർഗവി. രഞ്ജിനിയല്ല, ഒന്നും കാണാതെ ഇവിടെ വന്നിരുന്നിട്ടാണ് രഞ്ജിനി. പറഞ്ഞില്ലേ? രഞ്ജിനി ഞാൻ പറഞ്ഞില്ലേടി? പറഞ്ഞില്ലേ? അവൻ നന്നായിട്ട് പാടി. രണ്ടുപേരും എന്താ പറയുക, ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം ഈ ലല്ലല്ല ഒന്ന് പാടാമോ തുടക്കത്തിൽ? കാര്യം അത് കോമ്പസിറ്ററിന്റെ അഴക് പോവല്ലെങ്കിൽ അല്ലാണ്ട് വലിച്ചിപ്പുറത്ത് കൊണ്ട് വെച്ചാൽ കേട്ടോ. പിന്നെ ഇതിനെ പിടിച്ച് ചുറ്റി കറക്കി. ആ ചെക്കനാണെങ്കിൽ സ്റ്റാമിനയും ഇല്ല. അവന് ഒരു 2 ചുറ്റി വിട്ടിട്ട് ഇങ്ങനെ അതങ്ങ് പോയി. ഭയങ്കര ദൂരെ പോയി. കുറച്ച് കറങ്ങിയപ്പോഴത്തേക്ക് എവിടെ ഭയങ്കര ദൂരെയായി പോയി. നിങ്ങൾ പാടുന്ന എന്താണ്? ദൂരെ കിഴക്കു ദിക്കിനാണോ അല്ല കിഴക്കുതിക്കുവാണോ പാടുന്നത്? കിന്നോ? ദൂരെ കിഴക്കുതിക്കിൻ. ഇരിക്കിൻ. ദൂരെ കിഴക്കുതിക്കിൻ. കിഴക്ക് ദിക്കിന്റെ അല്ലേ? അപ്പൊ അത് ഇപ്പൊ ഇത് കറക്റ്റ് ചെയ്യേണ്ടതാ. പിന്നെ ഈ എന്താണ് തെക്കൻ പുകല നന്നായി. അതെന്താണത്? ഏത് ലാംഗ്വേജ് ആണ്? മലയാളമാണോ? തെക്കൻ പുകല നന്നായി, അതെന്താണത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. ആ, എന്താണ് ലിറിക്? എന്താണ്? തെക്കൻ പുകല
പൂക്കിലോ? നന്നായി ആ ഞാൻ വെട്ടിയരിഞ്ഞു വെച്ച്. വെട്ടി അരിഞ്ഞോട്ടെ, കുഴപ്പമില്ല. അത് എന്താണത്? എന്താണ് എനിക്കത് മനസ്സിലായില്ല. ഞാനതുകൊണ്ട് അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടേക്കുന്നത്. തെക്കൻ തെക്കൻ പുകല. പുകല പുകല. പുകയിൽ. ഒരു മിനിറ്റ്, ഞാൻ ഷിബു ചക്രവർത്തി വിളിച്ച് ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. ബാക്ക് ടു ദ ഗെയിം. യെസ്. Yeah. അപ്പം ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഷിബു ചക്രവർത്തി അണ്ണാച്ചിയെ വിളിച്ച് സംസാരിച്ചു. തെക്കൻ പുകല. പുകല. ആ, ഈ പുകയില അല്ല യഥാർത്ഥത്തിൽ, പുകലയാണ് കേട്ടോ. അത് എഴുതിയ ആൾ തന്നെ പറഞ്ഞതാണ്. തെക്കൻ പുകല നന്നായി. അതൊന്നും മനസ്സിലായില്ല. പറയൂ പറയൂ. തെക്കൻ പുകല നന്നായി ആ, നന്നായി. ഞാൻ വെട്ടിയരിഞ്ഞു വെച്ച്. എന്തിന്? അതവിടെ നിന്നോളത്തില്ലായിരുന്നു. വെറുതെ ഒരു രസം. പറയൂ ചക്ക, നീ സർ. പറയൂ. നിൻ മൃദുമേനി അതെന്തോന്ന് പാടി നീ? പറയൂ നീ മൃദുമേനി. പുതിയ ട്യൂണോ? പറയൂ നീ മൃദുമേനി എന്തു പകരം തരും. എന്റെ അമ്മേ, അന്തപ്പെട്ട പറച്ചിലായി പോയാൽ എന്തു പകരം തരും. ആ, അതൊക്കെ ഇത് നന്നാവണം ഓക്കെ സർ. കേട്ടോ. പിന്നെ ചരണം നീയല്ലേ നമ്മുടെ ആ ചക്ര, നീ ആ ലയം എന്ന് പറയുന്ന താളം, താള ആ ലയത്തിനുള്ളിൽ വേണം. ഓക്കെ സർ. അതൊന്ന് നോക്കിക്കൊള്ളണം. പിന്നെ അത് അരികിൽ അതൊന്ന് പാടി കേൾപ്പിക്കാമോ? അരികിൽ വന്നെന്നെ. അതൊന്ന് നല്ലതായിട്ട് പാട്. ആ MG എന്റെ കൊങ്ങായിക്ക് പിടിക്കുക. അല്ലെങ്കിൽ അരികിൽ വന്നെന്നെ. അത് ശ്രുതി ചേർത്ത് വരട്ടെ, അത് ഷാർപ്പാവാണ്ട് പാടൂ. അരികിൽ വന്നെന്നെ. എന്നെ കറക്റ്റ് ചെയ്യൂ. അരികിൽ വന്നെന്നെ. ആ എന്നു പറയുമ്പോ ഷാർപ്പാവണടാ, അതുകൊണ്ട് ഞാൻ പാടാൻ പറയുന്നത്. ഒന്നുകൂടെ പാടും. അരികിൽ വന്നെന്നെ. എതിരേൽക്കും. ആ പറയൂ, പാടൂ. അരികിൽ വന്നെതിരേറ്റു നീ. ഗുഡ് ഗുഡ് ഗുഡ്. ഇതൊക്കെ നോക്കണം, ഇതൊക്കെ ശ്രദ്ധ വേണം കേട്ടോ. അത് പ്രത്യേകിച്ച് എൻ്റെ പാട്ടാണെങ്കിൽ ഞാൻ ക്ഷമിക്കും. എൻ്റെ അമ്മായച്ചൻ്റെ പാട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എനിക്ക് തിരിച്ച് വീട്ടിൽ കയറാനുള്ളതാണ്. എന്തൊക്കെയാ ശരത്തേടാ അവിടുന്ന് പറയുന്നത്? മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യ ക്ലിപ്പിടും. അത് വേണ്ട, എനിക്ക് പേടിയാ. എന്നാലും നന്നായിട്ട് രണ്ടുപേരും കൊള്ളാം. പക്ഷേ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ കുറച്ചും കൂടെ പക്കാവണം. ഈ പെർഫോമൻസ് ആക്ടൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, രസമായിരുന്നു. ഇനി മേലെ ഇവനെ പിടിച്ച് കറക്കി അവൻ്റെ സ്റ്റാമിന കളയായിരുന്നു. മനസ്സിലായല്ലോ? ഓൾ ദി ബെസ്റ്റ്. നിന്നെ കാണാൻ നല്ല ചന്തമുണ്ടാ. അതുപോലെ തന്നെ ചക്രയും കാണാൻ. ആ വാഴയില ഒഴിച്ചാൽ ബാക്കി എല്ലാം നല്ലതാ. വെരി നൈസ്. താങ്ക് യു സർ. സർ അതിന്റെ ഇടയില് ഇപ്പൊ സർ ചോദിച്ച വരിയില്ലേ, അത് വരി ഉണ്ടാക്കിയോ അതിന്റെ ഇടയില്? ആണോ? ഇവനോ? ഒരു വരി മാറി പാടി, ഉണ്ടാക്കി പാടി. വന്നെ എതിരേറ്റു നീ. അല്ല, അതിന് തെക്കേ തൊടിക്കരികിലിന് പകരം വേറെന്താ പാടിയത്? എന്താ അത് പാടിയത്? എന്താ പാടിയത് പറയാതെ? അവിടെ വേറെന്തോ സംഭവം ഉണ്ടാക്കിയത്. പക്ഷെ അത് കൊള്ളാം കേട്ടോ, നല്ലതാ. അറിഞ്ഞില്ല. ഞാനിപ്പോ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഒരു പാലക്കാട് സൈഡിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ പ്രകാശുള്ളേരി ഒക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ കൂടെ പാടാൻ കൃപ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള അമൃതയിലെ ഒരു കൊച്ചു ഡോക്ടറാണ്. കൃപ വന്നു പാടാൻ കയറി. ഞാൻ രാവിലെ വീണാനാഥം പോലെ. അപ്പോൾ എല്ലാം ഞാൻ ബുക്ക് എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ മസിൽ മെമ്മറിയിൽ നിന്നാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കയറി എൻ്റെ ഈ ആവണി മാസമായി കായൽ തിരകൾ ഇളകി ആർത്ത് നിന്നും ചരിവ് പൂ അണിഞ്ഞു പോയി എന്ന് പാടിക്കഴിഞ്ഞിട്ട് ഇത് തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ബുക്ക് സ്റ്റാൻഡില്ലേ എന്ന് ചോദിച്ചു. നോട്ട് സ്റ്റാൻഡില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോട്ടേ ഇല്ല, പിന്നെ എന്തോന്ന് സ്റ്റാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ ബുക്ക് മുടക്കി കക്ഷത്തി വെച്ചത് അത് വരി മറന്നുപോയി. വരി മറന്നു പോയിട്ട് അവളങ്ങ് എഴുതാൻ തുടങ്ങി സ്വന്തമായിട്ട്. കണ്ണാടി ചെപ്പിനുള്ളിൽ മീൻ വീണ് ചത്തത് അറിഞ്ഞോ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ഇവള് കറക്റ്റായിട്ട് പാടിയാലും എനിക്കത് അടുത്ത കണക്ഷൻ കിട്ടത്തുള്ളൂ. ഞാനിങ്ങനെ തിരിഞ്ഞു ഭയങ്കര കോൺഫിഡൻസ് ആ പെങ്കൊച്ചിന്. അത് നിന്നങ്ങ് അലക്കുക. ഞാൻ കറക്റ്റായിട്ട് അരികെന്നങ്ങാട്ട് പാടി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ നിമിഷ കവിയൊന്നുമല്ല എഴുതാൻ രക്ഷപ്പെട്ടു. ഞാൻ പേടിച്ചു പോയി ആ സമയത്ത്. അതിനെ കുറിച്ച് പറയാൻ പറ്റും. താങ്ക് യു. ഒരാളെങ്കിലും എനിക്ക് സപ്പോർട്ടുള്ളത്. സാർ പേടിക്കരുത്. സാർ പേടിക്കരുത് സാർ. താങ്ക് യു.
നിന്നെയൊക്കെ തന്നെ ഉള്ള എനിക്ക് പേടി, അല്ല വേറെ ആരാ എനിക്ക് പേടി? അങ്ങനെ പറയാം. അല്ല ഞാൻ ഇത് ഈ സമയത്തൊന്ന് പറഞ്ഞൊന്നുമില്ല. പാർവതി ക്ഷമിക്കണം. നന്ദി, അല്ല നമസ്കാരം. സാറ് നന്ദി പറഞ്ഞ, പക്ഷെ അവൻ എന്താ പാടിയെന്ന് അവനോട് ചോദിക്കും. എടാ നീ എന്താ പാടിയത്? ശരിയാണല്ലോ, നീ എന്താ പാടിയേ? എനിക്കറിയില്ല സാർ. അമ്പട കള്ള. ചേച്ചിക്ക് ഓർമ്മണ്ടാ? ഞാൻ നോക്കുമ്പം ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു വരി. ഭയങ്കര കോൺഫിഡൻസോടെ അതും അവളെ നോക്കി പാടാണ്. ദേവികനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി പാടാ. എന്താ എന്തോ അപ്പുറത്തിപ്പുറത്തൊക്കെ മാറി. എന്നെ അരികിൽ വരൂ നീ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പാടിയത്. താളവും കുഴപ്പമായിരുന്നു, ഞാൻ അതേ നോക്കിയുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഷാനിക്ക. കുട്ടികളെ, സർ സാർ അക്ഷയ്, ദേവിക നന്നായിരുന്നു. താങ്ക് യു. കോറസ് അടിപൊളിയാണ്. എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യത്തിനോട് ഞാൻ 100% ഞാൻ യോജിക്കുന്നു. ഒന്നാമത് ഇപ്പൊ ഈ ഒരു പാട്ടിന്റെ ആ ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഓപ്പണാണ്. ആ ഒരു ഗ്രാസ് ഫീൽഡും പിന്നെ ഇപ്പൊ ലാലേട്ടനാണെങ്കിലും രഞ്ജിനി മാം ആണെങ്കിലും ഒരു റെയിൻബോ ഇതൊക്കെ ഇട്ടിട്ട് ഓപ്പണാണ്. ഭയങ്കര ഓപ്പണാണ്. അപ്പൊ ഇത് ഇപ്പൊ നെർവസ്നെസ് ആണോ അതോ എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങളുടെ ഇത് കുറച്ചുകൂടെ ഒന്ന് പിടിച്ചിട്ടാണ് പാടിയെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഓപ്പൺ ആവാന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ആ വിഷ്വൽ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു പാട്ടും വിഷ്വലും ഒക്കെയാണല്ലോ. പിന്നെ അത് കൂടാതെ ഇത് പാടിയിരിക്കുന്ന 2 പേരെന്ന് പറയുന്നത്, ഒന്ന് ശ്രീകുട്ടൻ ചേട്ടൻ, ഒന്ന് സുജാത മാം. എക്സ്പ്രഷൻസ് വാരി വെതറി ഒഴുക്കുന്ന 2 പേരാണ് ഇത് പാടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു എക്സ്പ്രഷൻ കുറച്ചുകൂടെ ആവാം എന്ന് തോന്നി. അത് എനിക്കൊന്ന് ബേസിക്കലി ആ ഒരു ഓപ്പൺനെസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ആ ഒരു ഓപ്പൺനെസ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ദൂരെ കിഴക്കുദിക്കും ആണോ ദൂരെ കിഴക്കുദിക്കിൻ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പാട്ട് കൂടിയാണിത്. അപ്പം ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്, ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള. പിന്നെ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറയണ്ട. ചിത്രം എന്ന് പറയുന്നത് ഒരു വൻ സിനിമയാണ്. ദേവിക കണ്ടിട്ടില്ല എന്നറിയാം, സാറിന് പോട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ഒരു ചിത്രമാണ് കണ്ടത്, ആ ഫിലിമല്ല. കാണണം കേട്ടോ, ഈ സിനിമകളൊക്കെ കാണണം, ഭയങ്കര രസമാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഭയങ്കര മ്യൂസിക്കലി ഡ്രിവൺ മൂവീസ് ആണ് ഇതൊക്കെ. ക്ലൈമാക്സ് ഒക്കെ പിന്നെ കരയായിരുന്നു. ആ പിന്നെ കരയുകയായിരുന്നു ഒക്കെ കാണണം കേട്ടോ. പിന്നെ അതുപോലെ ഓർക്കസ്ട്ര നിങ്ങളങ്ങ് കൊണ്ടുപോയി, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ കോറസ് കോറസ് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, നിങ്ങൾ പൊളിച്ചടിക്കും, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് പിന്നെ ദേവിക പാടുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആവാം ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഞാനിന്ന് എടുത്തു വെച്ചേ എന്ന് പറയുന്നത് അത് അവിടെ ഗെയിൻ ഇല്ല, കുറച്ചുകൂടെ ഗെയിൻ ആവാമായിരുന്നു. അതാണ് ബേസിക്കലി ഓപ്പൺനെസ് കുറച്ചുകൂടെ ആവാം എന്നുള്ളതാണ്. അതാണ് ഈ പാട്ടിന്റെ ഒരു ക്യാരക്ടർ. ആ ഒരു ഓപ്പൺ ഫീൽഡ്, ആ ഒരു ഗ്രാസ്, ഈ കുറെ റെയിൻബോ, കുറെ കളേഴ്സ് ആണല്ലോ, കുറെ ഡാൻസേഴ്സ്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് കുറച്ചായിട്ടൊന്ന് ഒതുങ്ങി അത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യും കേട്ടോ. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഫസ്റ്റ് അക്ഷയുടെ മാർക്ക്. ഓക്കെ, ശരത് സർ. അക്ഷയ് 8.5 മാർക്സ്. താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. ഷാനിക്ക. അക്ഷയ് 8.5. താങ്ക് യു ഷാനിക്ക. താങ്ക് യു ഷാനിക്ക. ചേച്ചി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോ ടോട്ടൽ 17. ഓക്കെ, ഇനി നമുക്ക് ദേവികയുടെ മാർക്ക്. ശരത് സർ. ദേവിക 8.6. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ദേവിക 8.5. താങ്ക് യു ഷാനിക്ക. ചേച്ചി. 2 പേരുടെ മാർക്കും ഭദ്രമായി ഗാനക്കുടത്തിലേക്ക് ഇതാ കുപ്പിയിലിട്ടു. നിങ്ങളുടെ കോറസ് നന്നായിരുന്നു, നൈസ്. അതിലെ പല്ലവിയിലെ 4ാമത്തെ ഫ്രേസ് ഒന്ന് കറക്റ്റ് ചെയ്യാറുണ്ട്, എനിക്ക് അത് തോന്നുന്നു. ദേവികയുടെ ടോട്ടൽ 17.1, അക്ഷയുടെ ടോട്ടൽ 17. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ജഡ്ജസ്. അങ്ങനെ നമ്മളൊരു ഡ്യുവറ്റ് പെർഫോമൻസ് കണ്ടു. അടുത്ത നമുക്ക് ഒരു പണി കൊടുക്കാം, ചാലഞ്ച് റൗണ്ടിലേക്ക്. ശ്രുതി ചാലഞ്ച് റൗണ്ട് പാടാൻ വരുന്നു ശ്രേയ.
മൗനം അലസമായ നാണം എങ്ങോ നിന്നോറും മങ്ങിൻ കണം ആ മഞ്ഞു നീരിൽ നിന്നീ സംഗമം കണ്ണാടി ബിംബങ്ങളുള്ളിൽ കുമിൾമുള വിതറുമ്പോൾ ഈ രാവിൽ നീ കൂടെ വാ കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാം ഈ രാവിൽ നീ കൂടെ വാ മൃദുവായ തൂവൽ പൂവുകൾ നിമിഷങ്ങളിൽ നിന്നൂർന്നു പോയി ചിറകു തേടിയെല്ലാം ചിരികളായി നീന്തി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോരായിരം മിന്നാമിനുങ്ങിൻ ചില്ലോളങ്ങളിൽ ഓരോന്നിലും നിന്റെ രൂപം ഓരോന്നിലും നിന്റെ രൂപം പ്രതിഫലനമിടുമ്പോൾ ഈ രാവിൽ നീ കൂടെ വാ കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാം ഈ രാവിൽ നീ കൂടെ വാ ആഹാ ആഹാ നൈസ് നൈസ്. ശ്രേയ ആ ഓയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഷാനിക്ക. എങ്ങനെയുണ്ടായിരുന്നു ചാലഞ്ച് റൗണ്ട്? അടിപൊളിയായിരുന്നു. ആണോ? ടെൻഷൻ ഉണ്ടായാ? പറ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യ്. കേറുമ്പോ തന്നെ പേടിച്ചിട്ട് കയറി വന്നേ. കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം അല്ലേ? ശ്രേയന്റെ എല്ലാ ടെൻഷനും ഇപ്പൊ മാറ്റിത്തരും. അതെ. ഓക്കെ ഷാനിക്ക. ശ്രേയ ആ സർ, നന്നായിട്ട് പാടും. താങ്ക് യു സർ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെ? മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഓം ശ്യാം അബ്ദുൾ സാറാണ്. ഗഫൂർ. അത് ഇത്ര ആലോചിക്കാതെ ഒരു പാട്ടല്ലേ ഉള്ളൂ. ആ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല സാറാണ്. പാടിയത് ജാനകി അമ്മ. സിനിമ കാണാമറയത്ത്. മ്യൂസിക്കോ? മ്യൂസിക് ശ്യാം സാർ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നോ? നല്ലൊരു പാട്ട്, ഉഗ്രൻ സെലക്ഷൻ ശ്രേയ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ ഈ ശ്രുതി റൗണ്ടിന്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബാക്കി ഓർക്കസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലിക്കിൽ ശ്രുതിയോട് ചേർത്ത് പാടുക എന്നുള്ളതാണ്. അനുപല്ലവിയിൽ ചരണത്തിൽ വരുമ്പോൾ ശ്രുതിയില്ല, ക്ലിക്ക് മാത്രം. അനുപല്ലവിയിൽ ആ മഞ്ഞു നീരിൽ അല്ലേ? ആ അവിടെ ഒരു പൊടിക്കൊരു റഷ് ഫീൽ ചെയ്തു. കുറച്ചൊരു തിരക്കിട്ട് അത് കുറച്ചൊരു എന്താ പറയുക, ഒരു ടെക്നിക്കൽ അപ്രോച്ച് പോലെ എനിക്ക് തോന്നി. കുറച്ച് റഷ് ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ കണ്ണാടി ബിംബം, അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ ഏതായിരുന്നു? അതും ഈ പറഞ്ഞ ചെറിയൊരു റഷ് ഫീൽ ചെയ്തു. അതെനിക്കൊന്ന് ഈ വെറും ക്ലിക്ക് മാത്രം വരുമ്പോൾ നമ്മൾ കൂടുതൽ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. അപ്പം അവിടെ ചെറിയൊരു ഓട്ടം ഫീൽ ചെയ്തു. പിന്നെ ചരണത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരായിരം അല്ലേ? അത് പിന്നെ മിന്നാമിനുങ്ങിൻ ചില്ലോളങ്ങളിൽ അവിടെ ചെറിയൊരു അല്ലറ ചില്ലറ പിച്ചൗട്ട് പരിപാടികൾ. ഇത് വേറൊന്നുമല്ല. ഇത് പറയാൻ കാരണം വെച്ചാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാലഞ്ചാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂമിങ് പരിപാടിയായിട്ട് കാണണം. ഈ ശ്രുതിയോട് ചേർത്ത്, ശ്രുതി ഇല്ലെങ്കിലും വിത്ത് ക്ലിക്ക് ശ്രുതിയോട് ചേർത്ത് പാടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഒരു ഹോൾ പ്രോസസ്സ് നിങ്ങളെ എത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ലെസണായിട്ട് കണ്ടാൽ മതി
കേട്ടോ. ഇതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആവുമൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പഠിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ശ്രേയ, സർ. നല്ല സെലക്ഷൻ ശ്രേയ. താങ്ക് യു സർ. പ്രത്യേകിച്ച് ശ്യാം സാറിൻ്റെ പാട്ടാണ് നമുക്ക് എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ള ഒരു കമ്പോസറാണ് സാർ. എത്ര പാട്ടുകൾ ആ ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റാണ് സാറിൻ്റെ. വേറെ ഏതെങ്കിലും അറിയാമോ ശ്യാം സാറിൻ്റെ പാട്ട്? ദേ അവിടെ വന്ന് മൈനാകം, ശ്യാമമേഘമേ നീ, എത്ര പാട്ടുകൾ കണ്ട. അത് നോക്കി വയ്ക്കണം. അത് ചോദിച്ചത്. ജാനകിയമ്മ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡൈനാമിക്സ് നന്നായിട്ട് തന്നെ പാടിച്ചതായ അത് കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയനെ. ഇപ്പോഴും നന്നായിട്ടുണ്ട് അത് വന്ന് ചേർന്നതുമൊക്കെ. ഇറ്റ്സ് ഓക്കെ. ഈ ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ ശ്രേയയുടെ അമ്മയുണ്ടായിരുന്നല്ലേ, അതെവിടെയായിരുന്നു? ചാലിശ്ശേരി. അവിടെ നിന്നിട്ട് അതിശയരാഗം പാടാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അല്ലേ? ഇതൊരു സ്വഭാവം. ഇതൊക്കെ ദൈവം പൊറുക്കുമോ? എടേ അത് ഞാൻ പാടി കേൾപ്പിക്കുകയും ചെയ്തില്ലേ. അയ്യോ ഇത് കരയാണോ? എടാ ഇത് നല്ലതാണ് പറയുന്നത്. ഇത് എന്തൊരു പാടാന്ന് പറ. ഇപ്പം എന്തെങ്കിലും ഞാൻ ബോറായിട്ട് പറഞ്ഞു ഇതിൽ എൻ്റെ ശബ്ദം ഇന്നിങ്ങനെയാ. വളരെ കൂളാണ്. വളരെ കൂളായിട്ടാണ്. ഇത്ര ടഫ് ഒന്നും അല്ല. ശ്രേയ പാടി നന്നായിട്ട് തന്നെ പാടി. പിന്നെ ജാനകിയമ്മയുടെ ഒരു നാച്ചുറൽ ഡൈനാമിക്സും കൂടെ കിട്ടിയിരുന്നു. വാവ് എന്ന് പറഞ്ഞു ഞാൻ, അത്രേ ഉള്ളൂ. അല്ല വേറൊന്നുമില്ല. നന്നായിട്ട് തന്നെ പാടി. നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കുക, ഇനി മേലാൽ വേദികളിൽ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യരുതെന്ന് കേട്ടോ. താങ്ക് യു സർ. ചേച്ചി. ശ്രേയ ഭാനു. ചേച്ചി സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേച്ചി. നന്നായി പാടി മോളെ. എനിക്ക് ഈ പാട്ട് ഞാൻ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും തന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി അത് വീണ്ടും എടുത്ത് പറയുന്നില്ല. എനിക്ക് തോന്നിയത് മോള് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ടെൻഷൻ മാറ്റാൻ വേണ്ടി ചിരിക്കണേ. അത് നമ്മള് ഈ പ്ലേസ്മെന്റ് ഈ ചുണ്ടിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറേ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പാട്ട് പരന്നു പോവും. അപ്പൊ അത് ഒരുപാട് അങ്ങനെ ചെയ്യാണ്ട് ശ്രമിക്കണം കേട്ടോ. അതിനൊരു അളവ് വെക്കണം. അപ്പൊ അതൊന്ന് മോള് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം. എനിക്ക് അത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് കാറ്റ് കയറി വരുന്നുണ്ട് ശബ്ദത്തിൽ, സൂക്ഷിക്കണം. അത് സൂക്ഷിക്കണം. കൂടുതൽ കയറി വരുംതോറും ശബ്ദത്തിന് അത് ഹാനികരമാണ്. അതുകൊണ്ട് മോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതല്ലാതെ നന്നായി പാടി, നല്ല പാട്ട് സെലക്ഷൻ എല്ലാം കൊണ്ടും നന്നായി, നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഇനി കരയരുത് ഇവിടെ വന്നിട്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക. ശ്രേയ 8.5. താങ്ക് യു ഷാനിക. ശരത് സർ. ചക്കര 8.7 മാർക്സ്. താങ്ക് യു ശരത് സർ. ചേച്ചി. ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.2. ഓക്കെ, ബൈ. അടുത്തതായി ഹിന്ദി റെട്രോ റൗണ്ടിൽ പാടാൻ വരുന്നു യശ്. पहला पहला प्यार है, पहली पहली बार है, पहला पहला प्यार है, पहली पहली बार है, जान के भी अनजाना कैसा मेरा प्यार है, पहला पहला प्यार है, पहली पहली बार है।
उसकी नजर पलकों की चलमन से मुझे देखती उसकी नजर उसकी हया अपनी ही चाहत का राज खोलती उसकी हया चुपके करे जो वफा ऐसा मेरा प्यार है हो पहला पहला प्यार है पहली पहली बार है वो है निशा वो ही मेरी जिंदगी की भोर है वो है निशा तुझसे है पता उसके ही हाथों में मेरी डोर है उसे है पता सारे जहां से जुदा ऐसा मेरा प्यार है हो पहला पहला प्यार है पहली पहली बार है पहला पहला प्यार है पहली पहली बार है क्या बात है. Very nice. യെസ് എന്തോ യെസ് എന്തോ എന്നൊക്കെ. ഓ സൂപ്പർ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. യെസ് എങ്ങനെ ഉണ്ടായിരുന്നു ഹിന്ദി റെട്രോ വൈബ്? ഓ ഓ ഓ ഹിന്ദി വന്നപ്പോഴത്തേക്ക് യശ് അങ്ങ് അതാ ഹിന്ദി വന്നു എന്നൊക്കെ. സൂപ്പർ Thank you, thank you. ഷാനിക്ക് അറിഞ്ഞോ കഴിഞ്ഞ ഷെഡ്യൂളില് MG സാർ പ്രേക്ഷകരോട് നോക്കി യശിന് വേണ്ടി പെണ്ണിനെ ആലോചിച്ചൂടെ. റിയലി യശിന്റെ സങ്കല്പങ്ങളൊക്കെ ചോദിച്ചു, ഭാവിയില് വരാൻ പോകുന്ന കുട്ടിയെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു ഈ പാട്ടും എന്നിട്ട് കൂടി ആരെങ്കിലും ആയല്ലോ. വന്നോ? വന്നോ യശ്? എനിക്ക് ഈ ഒരു വൈബ് ഇങ്ങനെ കണ്ടിട്ട് ഷാൻ ആരൊക്കെ വന്നു ഈ എന്നൊരു തോന്നൽ. പാട്ടും കൂടി ആയി ഇനിയിപ്പോ എന്താ വേണ്ടത്? അത് അല്ല പക്ഷേ എം ജി അണ്ണന് നീ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത് സഹിച്ചില്ലെന്ന് പറയ് യശ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിയിടാന്ന് വിചാരിച്ചു കാണാം. പക്ഷെ എന്നാലും എനിക്കൊന്ന് അമൃത ടിവിയുടെ ഓഫീസിലേക്ക് എന്തെങ്കിലും കത്തൊക്കെ വന്ന് കാണണം. ക്വൈറ്റ് പോസിബിൾ. യശിന്റെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ വല്ലതും വന്നോ? ഇല്ല അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. വന്നോളും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. യെസ് മഞ്ജരി ചേച്ചി. യശ് മാം बहुत अच्छा गाया. താങ്ക് യു സോ മച്ച്. Fantastic. താങ്ക് യു. എൻജോയ് ചെയ്തു ഞാൻ ശരിക്കും. ഞാൻ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി. ആ സമയത്തായിരുന്നു ഈ പടം ഇറങ്ങുന്നത്. ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടം. അത് അന്ന് കാസറ്റ് ആണല്ലോ. 2 കാസറ്റായിരുന്നു. ഇത് അത്ര വലിയൊരു പടമായിരുന്നു, ഹം ആപ്കെ ഹെ കോൺ. അപ്പോൾ അതിലുള്ള എല്ലാ പാട്ടുകളും എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. ഞങ്ങൾ എപ്പോഴും പാടിക്കൊണ്ട് നടന്ന ഒരു ഒരു ആൽബം ആയിരുന്നു അത്. അതിലുള്ള എല്ലാ പാട്ടുകളും ഫാന്റാസ്റ്റിക്. പിന്നെ മോൻ്റെ സെലക്ഷൻ എക്സലന്റ്. അത് സെലക്ട് ചെയ്യുമ്പോഴേ ഐ വാസ് ഷുവർ, എനിക്കറിയാമായിരുന്നു യശ് നന്നായി പാടും. കാരണം യശിന് ഒന്നാമത് ഭാഷ വളരെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു മേഖല ഹിന്ദി സോങ്സ്. അപ്പം അതെന്തുകൊണ്ടും യശ് ഭംഗിയാക്കും എന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര അങ്ങ് വായിച്ച് പ്രണയിച്ചു. അതിമനോഹരമായിരുന്നു. പിന്നെ ഈ കംപ്ലീറ്റ് അമൃത ടിവിയുടെ സെറ്റ് റൊമാൻറ്റിക്കലി ഹൈ ആയിരുന്നു ശരിക്കും. നല്ല ഗ്രാഫിക്സും ഹാർട്ടും എല്ലാം. കോറസ് മനോഹരമായിരുന്നു. എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇത് ശരിക്കും ഒരു റിച്ചായി ഈ പാട്ട്. അത് യഷിൻ്റെ ഒരു വോയിസിൻ്റെ ഒരു ഈസ്, ആ പാടുന്നതിൻ്റെ ഒരു സുഖം അത് ഇതിനകത്തുണ്ടായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും ഭംഗിയായി.
പിന്നെ പുതിയൊരു യശ് 2026 ഒരു ഒരു പുതിയൊരു യഷിനെ കാണാൻ പുതിയ പറ്റും. അവതാരം. യെസ് 2.0. നല്ലൊരു ഒരു സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അതെ, പ്രൊമോയിൽ എഴുതിക്കോ യെസ് 2.0. Upgraded. അതെ, ഒരു പുതിയ വേർഷൻ യഷിന്റെ. സൂപ്പർ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. എന്തായാലും അച്ഛനും അമ്മയ്ക്കും വീണ്ടും വീണ്ടും അഭിമാനിക്കാം. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. യശേ സർ മനോഹരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. കാരണം യശിന് എപ്പോഴും എന്താ പറയണ്ട, ഒരു നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ത്വര, അതൊക്കെ ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ പാടും യശ് വരുമ്പോൾ. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ കൺട്രോൾഡ് ആയിരുന്നു, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. കൺട്രോൾഡ് ആയിരുന്നു, ഒന്നും കൈവിട്ട് പോകാതെ, അതിൻ്റെ ബ്യൂട്ടി ചോർന്ന് പോകാതെ. യശ് പാടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബാലുവണ്ണനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ മനുഷ്യനെ കുറിച്ച്. എനിക്കിപ്പോഴും ഓരോ ഞാൻ വല്ലാണ്ട് ഇമോഷണലായിപ്പോൾ ബാലുവിനെ പറ്റി പറയുമ്പോൾ. അത്രയ്ക്ക് അടുപ്പമുള്ളതുകൊണ്ടാണ്. പോട്ടെ, എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെടുത്തുകൊണ്ട് വന്നതിന് കുറേ 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 താങ്ക്സ് പറഞ്ഞാൽ പറ്റത്തില്ല. കുറേ സ്നേഹം യശേ. ലവ് യു സർ. താങ്ക് യു സർ. ലവ് യു ടു സർ. താങ്ക് യു സർ. ഷാനിക്ക. യെസ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സോ മച്ച് സർ. ഒന്ന് നമ്മളിപ്പോൾ ഈ ഹിന്ദി റെട്രോ എന്ന് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഹിന്ദി ഏത് സോങ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഡിക്ഷൻ കറക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു കംപ്ലീഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് യശ് ഒബ്വിയസ്ലി ഇപ്പം അവിടുന്ന് ഈ ഹിന്ദി കുറേ കൂടെ എനിക്കൊന്ന് നമ്മളെല്ലാവരും കാളും ഫെമിലിയർ ആയതുകൊണ്ട് ആ ഒരു പ്രൊണൗൺസിയേഷൻ, ആ ഒരു ഡിക്ഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ യശ് പാടുന്നുണ്ട്. യശ് ഇതിൻ്റെ ഡയറക്ടർ ആരാ? പെടുത്തില്ല. ഓക്കെ, അതൊക്കെ നോക്കണം. കാരണം സൂരജ് ബർജാത്തിയ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇപ്പം ഏത് ഡയറക്ടർ നോക്കുകയാണെങ്കിലും ചിലപ്പം ഒരു ഫാമിലി പടം ചെയ്യും, ചിലപ്പോൾ ഒരു മാസ് പടം ചെയ്യും, പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, പിന്നെ തിരിച്ച് ഫാമിലിയിലേക്ക് വരും. ഇദ്ദേഹം ഇതിന് മുന്നേ ചെയ്ത പടം എന്ന് പറയുന്നത് मैंने प्यार किया, പിന്നെ हम आपके हैं कौन. എല്ലാം 2 വീടുകളാണ്. ഇപ്പം मैंने प्यार किया എന്ന് പറയുന്നത് 2 വീട്, പിന്നെ അവിടെ നടക്കുന്ന പിന്നെ കുറേ കോലാഹലങ്ങളും ഫൺ ആക്ടിവിറ്റീസ്, സിബ്ലിങ്സ് തമ്മിലുള്ള റൈവൽറി, ഇതുപോലെ തന്നെയാണ് ഹം ആപ്കെ ഹേ കോൻ. ഭയങ്കര രസമാണ് അത്. പിന്നെ എനിക്ക് തോന്നുന്നു സൽമാൻ ഖാനിന് എനിക്കൊന്ന് SPB സാറിനെക്കാളും യോജിക്കുന്നൊരു വോയിസ് വേറെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൽമാൻ ഭായിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് കുറേ ഹിറ്റ് സോങ്സ് പാടിയിട്ടുണ്ട് SPB സാർ. അത് ഭയങ്കര ഇതാണ്, ഭയങ്കര ഒരു ജെല്ലാണ് രണ്ടുപേരുടെയും വോയിസ് എന്ന് പറയുന്നത്. യശ് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ അനുപല്ലവിയിൽ നിന്ന് തിരിച്ച് പല്ലവിയിലേക്ക് വരുന്ന സ്ഥലത്തേക്ക് ഒരു ക്രോമാറ്റിക് ജേണി ഉണ്ട്, അതൊക്കെ നന്നായിട്ട് തന്നെ യശ് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ പാടി, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു 2.0 അതെ, അത് കലക്കിയിട്ടുണ്ട്. താങ്ക് യു. കാരണം നമ്മൾ തുടക്കത്തിൽ കണ്ടുകൊണ്ടിരുന്ന യശേ അല്ല ഇപ്പം. അന്ന് ക്ലീൻ ഷേവ് ആയിരുന്നു, ക്ലീൻ ഷേവ് ആയിരുന്നില്ലേ അല്ലേ? ഇപ്പം ഒരു ഇങ്ങനെ ഇനിയിപ്പോൾ കല്യാണാലോചനകൾ ഒക്കെ വരട്ടെ, ഇതൊക്കെ കല്യാണത്തിന് നമ്മളെ വിളിക്കുമായിരിക്കും എന്ന് വിചാരിക്കാം നമുക്ക്. അതെ, വിളിക്കില്ലേ ഞങ്ങളെ കല്യാണത്തിന്? അതോ ആ സമയത്ത് ഹം ആപ്കെ ഹേ കോൻ എന്ന് പറഞ്ഞു അല്ല, യശിന്റെ കല്യാണത്തിന് എന്ത് എന്തെന്ന് ഹം ആപ്കെ ഹേ കോൻ मैंने प्यार किया, ഞാൻ കല്യാണം കഴിക്കുന്നത് ആരാണ്? വിളിക്കണം, ഞങ്ങൾ വന്ന ഉള്ളിൽ എല്ലാവരും വരും. അല്ല, ആ പന്തലിലേക്ക് വിടുവോ ഞങ്ങളെയൊക്കെ കല്യാണത്തിന് വരുവാണെങ്കിൽ? നിങ്ങൾ അലമ്പാക്കില്ലെങ്കിൽ നിങ്ങൾ അകത്ത് കേറ്റാൻ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഞങ്ങൾ ഉറപ്പായിട്ട് വരും. പുറത്ത് എനിക്ക് യശ് സന്തോഷിച്ച് നിൽക്കുന്നത് കാണണം. താങ്ക് യു സർ. ഇതുപോലെ എന്തോ ഒരു കൊനിഷ്ഠ. അതുപോലെ കോറസ് അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കോറസ്. നൈസ്. ഓക്കെ, താങ്ക് യു ഷാനിക്ക. മാർക്സ് ചോദിക്കാം. യെസ്. ശരത് സർ പറയൂ പാറു. യശിന്റെ മാർക്ക് കൊടുക്കൂ സാർ. യശിന്റെ മാർക്ക് 9.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു സർ. ഷാനിക്ക 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി ഓക്കെ, സോ ടോട്ടൽ 18.3. താങ്ക് യു. സൂപ്പർ. Thank നൈസ്. you. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.